നമസ്കാരം കുട്ടികളെ. എല്ലാവരും പേടിച്ചിട്ടാണോ ഇരിക്കുന്നത്? ഓണം എക്സാമായി അല്ലേ? എന്നാൽ ഇനി പരീക്ഷയെ പേടി വേണ്ട കേട്ടോ. പ്രത്യേകിച്ച് 9ാം ക്ലാസ്സിൻ്റെ പുതിയ പാഠപുസ്തകമാണ് സംസ്കൃതത്തിൻ്റെ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക, ഞങ്ങൾക്ക് നല്ല മാർക്കുകൾ സ്കോർ ചെയ്യാൻ കഴിയുമോ എന്നുള്ള സംശയങ്ങളുണ്ടാകാം. ഒരുപാട് കുട്ടികൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ എത്രയും പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇടാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓണം എക്സാമിന് ഫുൾ മാർക്ക് എങ്ങനെ നേടാം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഇതിൽ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും നൽകിയിട്ടുണ്ട്. എല്ലാം വിശദമായി കണ്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇനി എന്ത് സംശയങ്ങൾ വന്നാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ടീച്ചർ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരങ്ങളും സംശയ നിവാരണങ്ങളും ചെയ്യുന്നതായിരിക്കും. 9ാം ക്ലാസ്സിൻ്റെ 4 പാഠങ്ങളാണ് നിങ്ങൾക്ക് ഓണം എക്സാമിന് വരുന്നത്. ആദ്യത്തെ 4 പാഠങ്ങൾ, അതിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നൽകിയിട്ടുള്ളത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 2019 മുതൽ 2023 വരെ, അതായത് കഴിഞ്ഞ 9ാം ക്ലാസ്സിൻ്റെ കുട്ടികളുടെ വരെ ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അതിൻ്റെ സാമ്പിൾ പാറ്റേൺ അനുസരിച്ച് കൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കാരണം നമുക്ക് ഇതിൻ്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും പുതിയ പുസ്തകമായതുകൊണ്ട് തന്നെ ലഭ്യമല്ല. ആയതിനാലാണ് ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിൽ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികൾക്ക് കൂടി ഇത് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യം തന്നെ അധോദത്തേഷു ചതുർണാം പ്രശ്നാനാം ഉത്തരാണി കോഷ്ടകാത് നിർദ്ധാര്യ ലിഖത എന്നുള്ള ഒരു പ്രവർത്തനമായിരിക്കും വരിക. അതായത് അത് ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വീതം, അങ്ങനെ 4 ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നമുക്കതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് നോക്കാം. ബ്രാക്കറ്റിൽ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തി എഴുതണം ചോദ്യത്തിന്. ഇപ്പോൾ നോക്കൂ, ബാലവൃക്ഷസ്യ ശാഖാം ന ഭഞ്ജയന്തു കസ്യ വചനമിതം. ഇത് ആരുടെ വാക്കുകളാണ്? ബാലവൃക്ഷത്തിൻ്റെ ശാഖ ഒടിക്കരുതേ എന്ന് പറഞ്ഞത് ആരാണ്? 2ാമത്തെ പാഠത്തിലാണ് ഇത് നൽകിയിട്ടുള്ളത്. മഹിളായാഹ ബാലസ്യ ആചാര്യസ്യ. ആരുടെയാണ്? മഹിളായാഹ, സ്ത്രീയാണ് അല്ലേ? അത് കുട്ടികളോടാണ് പറയുന്നത്. അടുത്തത് നോക്കൂ, ഇത് 1ാമത്തെ ചാപ്റ്ററിൽ വരുന്ന ഒരു ചോദ്യമാണ്. ജഗത്ത് ഇത്യർത്ഥകം പദം ലിഖത. ജഗത്ത് എന്ന് പറയുന്ന പദത്തിന് യോജിച്ച അർത്ഥം വരുന്ന പദം ഇവിടെ ഏതാണ് ഈ ബ്രാക്കറ്റിലുള്ളത്? വിശ്വം, പവനഹ, മേഘഹ. വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം എന്നും, പവനഹ എന്ന് പറഞ്ഞാൽ കാറ്റ് എന്നും, മേഘഹ എന്ന് പറഞ്ഞാൽ ക്ലൗഡ് എന്നാണ് അർത്ഥം. അപ്പോൾ ജഗത്ത് എന്ന് പറഞ്ഞാൽ ലോകമാണ് അല്ലേ? അപ്പോൾ മറ്റൊരു പദമാണ് വിശ്വം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ വരുന്ന അർത്ഥങ്ങളും അതിൻ്റെ സമാനാർത്ഥങ്ങളും നിർബന്ധമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത് നോക്കൂ, ഗദ്യപദ്യമയം കാവ്യം. എന്താണ് ഗദ്യപദ്യമയമായിട്ടുള്ള കാവ്യം? ചമ്പുവാണോ, കാവ്യാലങ്കാരമാണോ, സാഹിത്യവിദ്യയാണോ? ചമ്പുവാണ് അല്ലേ? ഇത് നിങ്ങൾക്ക് ചമ്പു പ്രഭാഷണം പഠിക്കാനുണ്ട്. അതിൻ്റെ ആമുഖത്തിൽ നൽകിയിട്ടുള്ളതാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആമുഖത്തിലെ വാചകങ്ങൾ ശ്രദ്ധയോടെ വായിക്കാനായിട്ട് ശ്രമിക്കണം. അവിടെ ഗദ്യം പദ്യം എന്നുള്ള 2 തരത്തിലുള്ള കാവ്യമുണ്ടെന്നും അതിൽ ഗദ്യപദ്യമയമാണ് കാവ്യമെന്നും ചമ്പു എന്നും അതേപോലെ ചില ചമ്പുക്കളുടെ ഉദാഹരണങ്ങളും നൽകിയിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കൂ, ചില സുഭാഷിതങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലേ? ആരോഗ്യപരമായിട്ടുള്ള സുഖജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അത്. അതിൽ ഉള്ള ഒരു സുഭാഷിതത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണിത്. വ്യാധി ഭേഷജൈഹി വിനാഭി ഡാഷ് നിവർദ്ധതേ പഥ്യാദേവ ഭേഷജാനാം രോഗശാന്തി. ഉത്തരം എന്താണ്? പഥ്യാദേവ. അതുകൊണ്ട് തന്നെ സുഭാഷിതം ബൈഹാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നോക്കൂ, ബാലകാഹ കസ്മിൻ ഗ്രാമേ ക്രീഡന്തി സ്മ. ബാലകന്മാർ ഏത് ഗ്രാമത്തിലാണ് കളിച്ചുകൊണ്ടിരുന്നത്? അധോവനാക്കേ, ഉപരവനാക്കേ, ദക്ഷിണവനാക്കേ. എവിടെയാണ്? ഉപരിവനാക്കേ. ഇനി ഭാരതീയ സസ്യശാസ്ത്രജ്ഞ കഹ. ഭാരതീയ സസ്യശാസ്ത്രജ്ഞൻ ആരാണ്? ജഗദീഷ് ചന്ദ്രബോസ്, സുഭാഷ് ചന്ദ്രബോസ്, രവിവർമ്മ. ഉത്തരം എന്താണ്? ജഗദീഷ് ചന്ദ്രബോസ്. ഇനി അടുത്തൊരു പ്രവർത്തനമാണ് യഥോചിതം യോജയത. നിങ്ങൾക്ക് 2 പാർട്ടുകളായിട്ട്, ഒന്നെങ്കിൽ എ ബി, ഖ ഖ എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് നൽകുക. അത് ഉചിതമായവ യോജിപ്പിക്കാനാണ് പറയുക. പൊതുവെ ചിലപ്പോൾ പാഠഭാഗത്തിൽ നിന്നുള്ള ചില കാര്യങ്ങളായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ സമാനാർത്ഥ പദങ്ങളായിരിക്കും ചോദിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ ഓരോ ചോദ്യത്തിനും
1 മാർക്ക് വീതം, അങ്ങനെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. നോക്കൂ, വിശ്വഗുണാദർശ ചമ്പു, ചമ്പുക്കളുടെ ഒരു പേരാണത്. അപ്പോൾ അതെന്താണ്? ഗദ്യപദ്യമയം കാവ്യം അല്ലേ? ചമ്പുവിൻ്റെ മറ്റൊരു അതിൻ്റെ ലക്ഷണമാണ് ഗദ്യപദ്യമയം കാവ്യം. അപ്പോൾ അത് നമ്മൾ യോജിപ്പിച്ചു. അതേപോലെ ഭാരതീയ സസ്യശാസ്ത്രജ്ഞൻ ആരായിരിക്കും? ജഗദീഷ് ചന്ദ്രബോസ്. ബാലകാഹ കാജിൻ മഹിള, കാരണം എന്താണ്? ബാലകന്മാരും ആ മഹിളയുമായിട്ടുള്ളൊരു സംഭാഷണമുണ്ട് അല്ലേ? അപ്പോൾ ആ പാഠത്തിൽ നിന്നായതുകൊണ്ട് അവിടെ യോജിപ്പിച്ചു. ഇനി സമധാതു മലക്രിയ എന്നുള്ളത് എങ്ങനെയാണ്? അത് സ്വസ്ഥൻ, സ്വസ്ഥൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് അത്. ഇനി അടുത്തൊരു പ്രവർത്തനം നോക്കൂ. കോഷ്ടകാത് ഉചിതം പദം ചിത്വ കവിതാം പൂരേതു. നിങ്ങൾക്കൊരു പോയം പഠിക്കാനുണ്ട് അല്ലേ, ആദ്യത്തെ പാഠത്തിൻ്റെ. അപ്പോൾ അത് നിങ്ങൾക്ക് ഓൾറെഡി ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അന്ന് ആ ഒരു ഭാഗം കവിത പൂരിപ്പിക്കാനാണ് പറയുന്നത്. വഹന്തി നദ്യ തിഷ്ടന്ത്യസ്മിൻ ഫിൽജിയ ബഹവഹ. അരണ്യ കേദാര പിന്നെ പൂരിപ്പിക്കേണ്ടതാണ്. സുഖപ്രധാനി പിന്നീട് പൂരിപ്പിക്കേണ്ടതാണ്. അപ്പോൾ നോക്കൂ, യഥാക്രമം 1 മഹാജല, 2 ഉപവനാനി, 3 തഥാ. അപ്പോൾ അതെന്താണ്? നിങ്ങൾ പോയം പഠിക്കണം. അടുത്തൊരു പ്രവർത്തനം നോക്കൂ. ഉദാഹരണാനുസാരം സന്ധിച്ഛേദം ലിഖതു. 1 മാർക്കിൻ്റെ ആയിരിക്കും. നിങ്ങൾക്ക് പദച്ഛേദം നൽകും, ഒരു ഉദാഹരണം തരും. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റ് ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് എഴുതണം. ഇപ്പോൾ ഭരദ്വാജോബി, ഭരദ്വാജഹ അധികം അബി. കോപി എന്നുള്ളതിന് എന്ത് വരും? കഹ അധികം അബി. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. അതേപോലെ സദാ അധികം ഏവ സദൈവ. അപ്പോൾ ക്ഷണേന അധികം ഏവ ക്ഷണേനൈവ. ഇതും നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നൽകിയിട്ടുള്ളതാണ്. കൂടാതെ ഇവിടെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കുറച്ച് പദച്ഛേദങ്ങൾ നൽകുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇതെല്ലാം നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ക്രീഡാം ഇമാം, ക്രീഡാം അധികം ഇമാം, തേഷു ഏകഹ, തേഷു അധികം ഏകഹ എന്ന് തുടങ്ങി നിങ്ങൾക്ക് കുറേ പദച്ഛേദങ്ങൾ, ഓരോ പാഠത്തിൻ്റെയും പദച്ഛേദങ്ങൾ നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവസാനം പൂർവേവ, പൂർവ അധികം ഇവ വരെയുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തത് നോക്കൂ. ഉദാഹരണാനുസാരം വിഗ്രഹവാക്യം ലഘുതു. മറ്റൊരു പ്രവർത്തനമാണ്. ഇതും 1 മാർക്കിൻ്റെ ആയിരിക്കും വരാം. ഒരു പക്ഷേ സന്ധിച്ഛേദമായിരിക്കും നിങ്ങൾക്ക് വരിക, അല്ലെങ്കിൽ വിഗ്രഹവാക്യമായിരിക്കും വരിക, അല്ലെങ്കിൽ വിശേഷം കണ്ടെത്താനായിരിക്കും വരിക. മറ്റൊന്ന് സംബോധന പദം ഏതാണെന്ന് കണ്ടെത്താനായിരിക്കും വരിക. അപ്പോൾ ഇതിലെ ഏതെങ്കിലും 1 2 ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾക്ക്, പക്ഷേ ഇതെല്ലാം ഇവിടെ നമ്മൾ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടാണ് നൽകുന്നത്. നോക്കൂ, ഉദാഹരണാനുസാരം വിഗ്രഹവാക്യം. ധനം ച ജനം ച യൗവനം ച ധന ജന യൗവനാനി. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അരണ്യം ച കേദാരഹ ച ഉപവനം ച എന്താണ്? അരണ്യ കേദാരോപവനാനി. അതേപോലെയുള്ള കുറച്ച് വിഗ്രഹവാക്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. മഹാജലാഹ, സുഖപ്രധാനി, ഗദ്യോദഹ തുടങ്ങി. പിന്നെ ബലകൃത്ത്, ദേഹധാരക, ഉത്തമാർഹം, ആത്മജാതം, പ്രരുദന്തം. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം എന്തുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് എന്നുള്ളത്. ഇതിൻ്റെ 4 ചാപ്റ്ററിൻ്റെയും വിശദമായ വീഡിയോ ഈ ചാനലിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ എക്സ്പ്ലനേഷൻ നൽകാത്തത്. ഇനി അടുത്ത് നോക്കൂ. അധോദത്ത വാക്യാത് സംബോധന പദം ചിത്വ ലിഖത. സംബോധന, നമ്മളൊരാളെ വിളിക്കുക, ഹേ രാമ, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളോട് പറയില്ലേ മോനെ ഇങ്ങോട്ട് വരൂ എന്നൊക്കെ പറയില്ലേ, ഒരാളെന്നെ വിളിക്കുകയാണ്, അല്ലയോ സ്ത്രീ, ഇങ്ങനെയൊക്കെ വിളിക്കുന്നതാണ് സംബോധന എന്ന് പറയുന്നത്, ഒരാളെ വിളിക്കുക. അപ്പോൾ നോക്കൂ, ഇവിടെ നോക്കൂ, ഭോജന, ഭോജനം ദേഹി ദേഹി. ഈ വാചകത്തിൽ ഏതാണ് സംബോധന പദം എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഏതായിരിക്കും? ഭോജന എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അടിയിൽ ഒരു ബ്ലാക്ക് ഇങ്കിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉദാഹരണങ്ങൾ. ഇതൊന്നും ഇതിൻ്റെ ഉദാഹരണമോ മറ്റൊന്നുമല്ല, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള വേറെ സംബോധന പദങ്ങളാണ്. ഭോമിത്രാണി, ഭോജന, ഭോജാതെ, ഭോസഹൃദയാഹ എന്നുള്ളതൊക്കെ. ഇനി പ്രശ്നേഭ്യ ചതുർണാം ഉത്തരാണി ലിഖത. ഇനി അടുത്തൊരു സെക്ഷനാണ് വരുന്നത്, ബി സെക്ഷനാണ്. അതായത് ഏതെങ്കിലും 4 എണ്ണത്തിൻ്റെ ഉത്തരം എഴുതിയാൽ മതി. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ്. 4 എണ്ണമേ എഴുതണ്ടോ, നിങ്ങൾക്ക് ചോയ്സസ് ഉണ്ട്.
അപ്പോൾ അതിൽ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അധോദത്തസ്യ ഗീതസ്യ ഉചിതം ആശയം ചിത്വ ലിഖതു എന്നാണ്. നിങ്ങൾക്ക് ശ്ലോകം തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഗീതം തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സുഭാഷിതം തന്നിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ആശയമോ അന്വയമോ എഴുതാനായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? ഒരു സുഭാഷിതമാണ്. വ്യായാമം കുർവതോ നിത്യം വിരുദ്ധമഭി ഭോജനം വിദഗ്ധം അവിദഗ്ധം വാ നിർദോഷം പരിപച്യതേ. ഇതിന് ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരി ഉത്തരം എന്നാണ് എഴുതേണ്ടത്. രോഗഃ ഔഷധൈഹി വിനാഭി ഹിതചര്യയ ഏവ നശ്യത്തെ എന്നുള്ളതാണോ? സതതം പരിശ്രമം ആചരതഃ വിപരീതമഭി ഭക്ഷണം ജീർണം അജീർണം വാ ദോഷം വിനൈവ ദഹ്യതേ. ഇതാണോ? രണ്ടാമത്തെയാണ് ഉത്തരം വരിക. അതെന്താണ്? ആ സുഭാഷിതത്തിൻ്റെ ആശയം തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അന്വയവും അർത്ഥവും നിങ്ങൾക്ക് ആശയവും നൽകുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് മൂന്നും നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു ഉത്തരം എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. 2 മാർക്കാണ്. വിട്ടുകളയാതെ തന്നെ പഠിക്കുക. ഈ ഒരു ചോദ്യം എന്തായാലും വരുന്നതായിരിക്കും. അടുത്തത് അധോദത്തം ശ്ലോകം പഠിത്വ ഗദ്യക്രമം പൂരയത എന്നുള്ളതാണ്. അതേപോലെ സുഭാഷിതമോ ഏതെങ്കിലും ശ്ലോകമോ, ചമ്പു പ്രഭാഷണത്തിൽ 2-3 ശ്ലോകങ്ങൾ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഏതാണ്, ഓരോ പാഠത്തിലും നിങ്ങൾക്ക് ശ്ലോകങ്ങളുണ്ട്. ആ ശ്ലോകത്തിൻ്റെ ഗദ്യക്രമം എഴുതാനാണ് പറയുന്നത്. ആഹാരഹ പ്രീണിന സദ്യോ എന്നുള്ള സുഭാഷിതമാണ് നൽകിയിട്ടുള്ളത് ഇവിടെ. അപ്പോൾ അതിൻ്റെ നോക്കൂ, ഒരു ഗദ്യക്രമം കൊടുത്തിട്ടുണ്ട്, അത് പൂരിപ്പിക്കേണ്ടതാണ്. ആഹാരഹ പ്രീണിനഹ ഫിൽ ചെയ്യുക, അത് സദ്യഹ എന്നുള്ളതാണ്. ബലകൃത് ദേഹധാരഹ ഡാഷ് തേജഹ സമുത്സാഹ സ്മൃതി ഡാഷ് ച ഭവതി. അപ്പോൾ അവിടെ സദ്യഹ ആയുഹു അഗ്നിവർത്തന എന്നുള്ളത് യഥാക്രമം വരും. നിങ്ങൾക്ക് അതിന് ബ്രാക്കറ്റ് ഒന്നും നൽകില്ല, പകരം എന്താണ്, ശ്ലോകമാണ് തരിക. അപ്പോൾ ആ ശ്ലോകത്തിൽ ഈ വാക്കുകൾ കണ്ടെത്തി എഴുതാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്വയം നിർബന്ധമായിട്ട് പഠിക്കുക. അടുത്തൊരു പ്രവർത്തനം എന്ന് പറയുന്നത് സമാനാർത്ഥക പദാനി ചിത്വ പട്ടികാം പൂരയത. അപ്പം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു യഥോചിതം യോജയത എന്നുള്ളത്. അതേപോലെ തന്നെ വരുന്നതാണ്. ഒരു പദം തന്നിട്ടുണ്ടാവും, അതിൻ്റെ സമാനാർത്ഥക പദം ഏതാണെന്നുള്ളത് യോജിപ്പിച്ച് എഴുതാനാണ് പറയുന്നത്. ഇപ്പോൾ നോക്കൂ, അചലഹ എന്നുള്ളത് എന്താണ്? പർവ്വതഃ. കേദാരഹ എന്ന് പറഞ്ഞാൽ എന്താണ്? വയലാണ് അല്ലേ, ക്ഷേത്രം. നാകഹ എന്നുള്ളത് എന്താണ്? സ്വർഗഃ. ഉപവനം ആരാമഃ. പ്രഹൃഷ്ടഃ സന്തുഷ്ടഃ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് അധിക വായനയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ളത് തന്നെ ടിപ്പണി നൽകിയിട്ടുണ്ടാവും. നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു പ്രവർത്തനം എന്ന് പറയുന്നത് ഉദാഹരണാനുസാരം വാക്യം പരിവർത്തയത. നിങ്ങൾക്ക് ഒരു ഉദാഹരണം തരും, ഒരു വാക്യം എന്ന് പറഞ്ഞ സെൻറ്റൻസ്, അത് ചേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ കൊടുത്തേക്കണമെന്ന് നോക്കൂ. നിങ്ങൾക്ക് ബഹുവചന രൂപം, ഭൂതകാല രൂപം, ഇങ്ങനെയൊക്കെ ഒരു ഏകവചനം ബഹുവചനമാക്കാനും അതുപോലെ വർത്തമാനകാലം ഭൂതകാലമാക്കാനൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരു സാമ്പിളാണ് ഇവിടെ കൊടുക്കുന്നത്. അഹം ഖാദാമി, ഞാൻ കഴിക്കുന്നു, അത് വർത്തമാനകാലമാണ്. അവിടെ അഹം അഘാതം എന്ന് പറഞ്ഞപ്പോൾ അതെന്താണ്? ഭൂതകാലത്തിലേക്കായിട്ട് മാറി. അതേപോലെ തന്നെയാണ് അഹം കന്തുകേന ക്രീഡാമി. എങ്ങനെ നമുക്ക് എഴുതാം? അഹം കന്തുകേന അക്രീഡം. അതായത് ആ വെർബിന് മാത്രമാണ് ചേഞ്ച് വരുന്നത്. സഹ പുസ്തകം പഠതി. പഠതി എന്നുള്ളത് ഭൂതകാലത്തിലേക്ക് ആകുമ്പോൾ അപഠത് എന്നായിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലട്ട് വർത്തമാനകാലവും ലങ് ഭൂതകാലത്തിൻ്റെയും ഒരു എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. ചലതി എന്നത് അചലതാവുന്നു. അപ്പോൾ പഠതി എന്നുള്ളത് അപഠത ആകുന്നു. ഭവതി എന്നുള്ളത് അഭവതാകുന്നു. പക്ഷേ ശ്രദ്ധിക്കണം, പ്രഥമ പുരുഷനാണോ മധ്യമ പുരുഷനാണോ ഉത്തമ പുരുഷനാണോ നൽകുന്നത്? മധ്യമ പുരുഷൻ എന്ന് പറഞ്ഞാൽ ത്വം എന്നാണ്. ത്വം യുവാം യുഹുയം. ഉത്തമ പുരുഷനാണെങ്കിൽ അഹം ആവാം വയം. ഇതൊക്കെ നിങ്ങൾ മുമ്പേ കൂട്ടി പഠിച്ചിട്ടുള്ളതായിരിക്കും. ഇനി എന്തെങ്കിലും സംശയം ഇതിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഞാൻ അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വിശദീകരിച്ച് നൽകാം. അതേപോലെ വേറൊരെണ്ണം വരിക, പ്രയോഗവിശേഷം ജ്ഞാതോ ഉദാഹരണാനുസാരം വാക്യാനി ലിഖതോ. ഇവിടെ പ്രയോഗം തന്നിട്ടുള്ളത് പരിതഃ എന്നുള്ളതാണ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ പരിതഃ എന്നുള്ളത് വരാനായിട്ട് സാധ്യതയുണ്ട്. പരിതഃ വന്നാൽ അവിടെ ദ്വിതീയ വിഭക്തിയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഗ്രാമസ്യ പരിതഃ എന്നുള്ളത് ഗ്രാമം പരിതഃ എന്നായിട്ട് മാറും. ചന്ദ്രസ്യ പരിതഃ എന്നുള്ളത് ചന്ദ്രം പരിതഃ എന്നായിട്ട് മാറും. അപ്പോൾ സംശയമുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഈ പാഠത്തിൻ്റെ വീഡിയോ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. അതിൽ വിശദമായിട്ട് നൽകുന്നുണ്ട്. സമയപരിമിതി കൊണ്ടാണ് പെട്ടെന്ന് തന്നെ സ്കിപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ വീഡിയോ പോയിട്ട് കാണേണ്ടതാണ്.
ഇനി മറ്റൊരു രീതിയിലുള്ള ഒരു സാമ്പിൾ പ്രവർത്തനമാണ് അധോദത്ത വാക്യാത് ഉപസർഗ പദാനി ചിത്വലിഖിതോ. ഉപസർഗങ്ങൾ ഏതൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് വെച്ചെങ്കിൽ ആ ഒരു വാക്യത്തിലുള്ളത് നോക്കി എഴുതാനാണ്. അപ്പോൾ ഉപസർഗങ്ങളും എങ്ങനെയാണ്? രാവണഃ സീതാം അപഹരതി. അപ്പോൾ ഇവിടുത്തെ ഉപസർഗം എന്താണ്? അപഹരതി. ജനാഹ നേതാരം അനുഗച്ഛന്തി. അപ്പോൾ അനുഗച്ഛന്തി എന്നുള്ളതാണ് ഇവിടെ ഉപസർഗം. അപ്പോൾ ഉപസർഗങ്ങൾ എന്താണെന്നും മുമ്പത്തെ വീഡിയോകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നുകൂടി ഞാൻ ആ ലിസ്റ്റ് ഇടാം. പ്ര എന്നുള്ള ഉപസർഗം കൂടുമ്പോൾ വഹതി എന്നുള്ളത് പ്രവഹതി എന്നായിട്ട് മാറും. അതേപോലെ നോക്കൂ, പര എന്നുള്ളത് ഭവതി എന്നുള്ള ക്രിയയ്ക്ക് കൂടെ പര ചേർക്കുമ്പോൾ പരാഭവതി. സരതി എന്നുള്ളതിന് അപ ചേർക്കുമ്പോൾ അപസരതി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഉപസർഗങ്ങൾ ബൈഹാർട്ട് ചെയ്യുക. പ്ര, പര, അപ, സമ്മ്, അനു, അവ, നിസ്, നിര്, ദുസ്, ദുര്, വി, ആങ്, നീ, അധി, പ്രതി, സു, ഉദ്, പരി, ഉപ എന്നീ ഉപസർഗങ്ങൾ ആ പേരുകൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു ക്രിയാപദം കൂടി ഉണ്ടാവും എന്ന് കണ്ടെത്തിയാൽ തന്നെ നിങ്ങൾക്ക് ഉപസർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഒരു മാർക്കിൻ്റെ ചോദ്യമായിരിക്കും, പക്ഷെ പഠിക്കണം കേട്ടോ, വരാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തത് നോക്കൂ, അധോദത്തം വാക്യം പഠിത്വ ത്വാന്ത ല്യബന്ധ പദേ ചിത്വ ലിഖത എന്നാണ്. ഇവിടെ ത്വാന്തും ലബന്ധ പദങ്ങൾ ഏതാണെന്ന് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. അപ്പം ത്വാന്തമായിക്കൊള്ളട്ടെ, തുമന്നതമായിക്കൊള്ളട്ടെ, ലബന്ധമാകട്ടെ നിങ്ങൾ പ്രത്യയങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ത്വാന്തമാകുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു വ എന്നുള്ള ഒരു ജ്ഞാത്വ, പീത്വ എന്നുള്ളൊരു രീതിയിലാണ് വരിക. അതേപോലെ ലബന്ധമാണെങ്കിൽ അവലംബ്യ, അങ്ങനെയുള്ള രീതിയിലാണ് വരിക. അതേപോലെ തന്നെ തുമനന്തമാണെങ്കിൽ ഗന്ധും എന്നുള്ള രീതിയിലാണ് അവസാനം തും എന്ന് വരുന്നു. അപ്പോൾ ഇവിടെ ഏതാണ് കൊടുത്തിട്ടുള്ളത്? അവലംബ്യ, ജ്ഞാത്വ, ഇത് രണ്ടുമാണ് നൽകിയിട്ടുള്ളത്. ഇതും നിങ്ങൾ 7-8 ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് വിശദീകരിക്കാത്തത്. ഇനി അടുത്തത് പ്രശ്നേഭ്യഃ ദ്വയോഹു ഉത്തരേ ലിഖത. അതായത് ഏതെങ്കിലും 2 ഉത്തരങ്ങൾ എഴുതാനാണ് 4 മാർക്കിൻ്റെയാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഒന്ന് എന്താണ്? ഖണ്ഡികാം പഠിത്വ ജീവനചരിത രൂപരേഖം ലിഖതു. നിങ്ങൾക്ക് പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ് ഇത്. നിങ്ങൾക്ക് ആ സസ്യശാസ്ത്രജ്ഞനെ കുറിച്ചിട്ടൊരു ജീവിതരേഖ നിങ്ങൾക്ക് പഠിക്കുന്നുണ്ട് അല്ലേ, ഒരു പ്രൊഫൈൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ ഒരു ഉദാഹരണം ടീച്ചർ നിങ്ങൾക്ക് നൽകുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവനചരിതം എഴുതാനായിട്ടാണ്. അതുപോലെ ഏതെങ്കിലും ഒരു മഹത് വ്യക്തിയുടെ ആയിരിക്കും വരിക, ഇത് തന്നെ വരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോക്കൂ, ഖണ്ഡികാം പഠിത്ത ജീവനചരിത രൂപരേഖാം ലിഖിത. രൂപരേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ടാകും നാമ, ജനനം, പിതരോ, പുരസ്കാരം, അത് എടുത്ത് എഴുതിയാൽ മതി ആ പേരുകൾ. നാമ എന്താണ്? ദക്ഷിണാമൂർത്തി. ജനനം എപ്പോഴാണ്? അതാണ് രൂപരേഖ. ഇനി നിങ്ങൾക്ക് രൂപരേഖ നൽകിയിട്ടുണ്ടാവും ഇതുപോലെ ശ്രീനാരായണ ഗുരു, ജന്മതിഥി എന്താണ്, സങ്കേതം എന്താണ്, പിതരോ എന്താണ്, എന്നിട്ട് അതിൻ്റെ ഒരു എസ്സേ പോലെ എഴുതാനും ശ്രമിക്കണം, ഒരു ഖണ്ഡിക പോലെ എഴുതാനായിട്ട്. അപ്പോൾ രൂപരേഖ നൽകിയിട്ട് ജീവനചരിതം എഴുതാനായിട്ട് പറയും. അപ്പോൾ അത് രണ്ടും ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നോക്കൂ, സൂചന ഉപയുജ്യ ലഘുവിവരണം ലിഖത. ഏതെങ്കിലും ലഘുവിവരണം എഴുതാനാണ് പറയുക, ഒരു ചെറിയൊരു ടിപ്പണി എഴുതാനായിട്ട്. ഒരു പക്ഷേ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എസ്സേ ആയിരിക്കും വരിക. നിങ്ങൾക്ക് പ്രകൃതിയുമായിട്ട് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം നിങ്ങൾക്ക് തരാം. ഇതെല്ലാം തന്നെ കഴിഞ്ഞ ഓരോ ചാപ്റ്ററിൻ്റെയും വീഡിയോകളിൽ ഇതിൻ്റെ ഉത്തരങ്ങൾ സ്പഷ്ടമായിട്ട് നൽകിയിട്ടുണ്ട്. അത് പോയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ ഉപന്യാസങ്ങൾ ഓരോ പാഠത്തിലും വരാൻ സാധ്യതയുള്ള ഉപന്യാസങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോകൾ ശ്രദ്ധിക്കുക. കൂടാതെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഓരോന്നിൻ്റെയും ലിങ്ക് നൽകാനായിട്ട് ശ്രമിക്കാം. അടുത്തത് നോക്കൂ, സുഭാഷിത പദം പഠിത്വ സൂചനാഹ ഉപയുജ്യ ആസ്വാദന ടിപ്പണി ലിഖത. ഒരു ആസ്വാദന ടിപ്പണി കൊടുക്കാനാണ്. നിങ്ങൾക്ക് സുഭാഷിതം നൽകിയിട്ടുണ്ടാവും, അതിൻ്റെ ഒരു ആസ്വാദനം, ഒരു ടിപ്പണി പോലെ തന്നെ എഴുതാനായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഓപ്ഷൻസ് നൽകിയിട്ടുണ്ടാവും. ഇവിടെ നോക്കൂ, സുശ്രുത, ഇന്ദ്രിയാണി, പ്രസാദയതി, ബലകാരക, ശരീരം, ആയുഹു എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്താണ് ആ സുഭാഷിതത്തിൻ്റെ ആശയം എഴുതുക. കൂടാതെ സുശ്രുതനാണ് ഇത് എഴുതിയിട്ടുള്ളത് അല്ലേ.
അപ്പോൾ സുശ്രുത സ്വസ്യ ഗ്രന്ഥേ ആഹാരസ്യ പ്രയോജനാനി ഏവം വദതി. ആഹാര ഇന്ദ്രിയാണി പ്രസാദയതി, ശീഘ്രം ബലകാരകഃ ഭവതി, ശരീരം ധാരയതി, ആയുഃ തേജഃ ഓജഃ ഉത്സാഹം സ്മൃതിശക്തിയും ജഠരാഗ്നിം ച വർദ്ധയതി. ഈ രീതിയിൽ എഴുതണം. ഇനി നിങ്ങൾക്ക് സുഭാഷിതത്തെക്കുറിച്ച് എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ അതും എഴുതാം. സുഭാഷിതമാണ് സുഭാഷിതമെന്നും അല്ലെങ്കിൽ സുഷ്ടുഹു പ്രോക്തമാണ്, അങ്ങനെ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. 4 സെൻറ്റൻസെങ്കിലും എഴുതാനായിട്ട് ശ്രമിക്കണം. 4 മാർക്കിൻ്റെ ചോദ്യമാണല്ലോ. ഇനി മറ്റൊന്ന് എന്തായിരിക്കും? ഖണ്ഡിക പഠിത്വ പ്രശ്നാനം ഉത്തരാണി ലിഖതു എന്നാണ്. അതായത് നിങ്ങൾക്കൊരു പാരഗ്രാഫ്, അത് ഏത് പാരഗ്രാഫ് വേണമെങ്കിൽ തരാം, പുറത്തുനിന്നായിരിക്കും വരിക. അതിൻ്റെ ഉത്തരങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് പ്രാദേശിക ഭാഷായാ വിവർത്തയത, അതായത് ഭാഷയാ വിവർത്തയത, പ്രാദേശിക ഭാഷയെ വിവർത്തയത എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പ്രാദേശിക ഭാഷയിൽ, മലയാള ഭാഷയിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അതും പുറത്തുനിന്നാണ് വരിക. അതുകൊണ്ടാണ് ടീച്ചർ ഇതിൻ്റെ ഒരു ഉത്തരമൊന്നും നിങ്ങൾക്ക് നൽകാത്തത്. അത് നിങ്ങളുടെ ഔചിത്യം അനുസരിച്ച് നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കണം. ഇനി വേറൊരു പ്രവർത്തനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേറൊരു പാർട്ടാണ്. 2 ക്വസ്റ്റ്യൻ ആയിരിക്കും 4 മാർക്കിൻ്റെ തന്നെ. പ്രശ്നേഭ്യഃ ദ്വയോഃ ഉത്തരേ ലിഖത, ഏതെങ്കിലും ഒരു ഉത്തരം എഴുതിയാൽ മതി. ഒന്ന് സംഭാഷണാംശാൻ പൂരയത എന്നുള്ളതായിരിക്കും. സംഭാഷണം നൽകിയിട്ടുണ്ടാവും, അതിൻ്റെ പൂരിപ്പിക്കാനായിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്താണ്? നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബേസ് ചെയ്തുകൊണ്ടാണ്, അങ്ങനെ തന്നെയായിരിക്കും വരിക. ഇത് നിങ്ങളുടെ 2ാമത്തെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം നോക്കൂ, ഛാത്രഃ എന്താണ്? അധ്യാപകം മാർഗേ ദൃഷ്ട്വാ, വഴിയിൽ അധ്യാപകനെ കണ്ടപ്പോൾ നമസ്തേ ആചാര്യ, നമസ്തേ പറയണം. അപ്പോൾ അധ്യാപകൻ തിരിച്ചെന്ത് പറയണം? നമസ്തേ പറയണം അല്ലേ? അതിന് ശേഷം എന്ത് പറയുന്നു? തസ്യ ഹസ്തം ദൃഷ്ട്വാ, അവൻ്റെ കൈകൾ നോക്കിയപ്പോൾ തവ ഹസ്തേ കിമസ്തി, അപ്പോൾ തവ കഴിഞ്ഞിട്ടൊരു ഫിൽ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താണ്? ഹസ്തമാണ്. അപ്പോൾ അവിടെ നിൻ്റെ കയ്യിൽ എന്ന് ചോദിക്കണം. അപ്പോൾ ഹസ്തേ, അപ്പോൾ ജപാകാണ്ഡമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ സോമസ്യ ഗൃഹാത് ആനയാമി എന്ന് കുട്ടി ഉത്തരം പറയുന്നു. അപ്പോൾ അധ്യാപകൻ ചോദിക്കുകയാണ്, അദ്യവ തത് ഡാഷ് കരിഷ്യതി. അവിടെ നോക്കൂ, ഇവിടെ അധികം ഒരു ഫിൽ ചെയ്യേണ്ടത് ഡാഷ് എന്നുള്ളത് രോപണം എന്നാണ് വരിക. കാരണം എന്താണ്? ഛാത്രൻ തൊട്ട് ശേഷം പറയുന്നുണ്ട്, അദ്യവ രോപയിഷ്യാവി, ഞാൻ ഇന്ന് തന്നെ അത് വെക്കും, അല്ലെങ്കിൽ എന്താണ്, രോപണം ചെയ്യും, നടും എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് ക്രിയ വരിക? രോപണമാണ് അല്ലേ? അപ്പോൾ അങ്ങനെ. അതിന് ശേഷം നോക്കൂ, അധ്യാപകൻ പറയുന്നുണ്ട്, ഉത്തമം സസ്യാനാരോപണം പാലനം ച സദാ കരണീയം. അപ്പോൾ കുട്ടി എന്ത് ഉത്തരം പറയണം? ധന്യവാദ. ഇവിടെ ശ്രീമൻ എന്നുള്ളത് നമ്മൾ കൊടുക്കണം. അപ്പം അങ്ങനെയാണ് ഒരു സംഭാഷണാംശം പൂരിപ്പിക്കേണ്ടത്. ഒരു പക്ഷേ നിങ്ങൾക്കൊരു പാരഗ്രാഫ് മുമ്പ് തരും, അതിനനുസരിച്ചിട്ട് ഫില്ല് ചെയ്യാനായിരിക്കും പറയുക. അല്ലെങ്കിൽ എന്തായിരിക്കും, ചിലപ്പോൾ ബ്രാക്കറ്റിൽ വേർഡ്സുകൾ തരും, അത് നോക്കി എഴുതണം. അല്ലെങ്കിൽ അത് രണ്ടും തരാതെയും ഇങ്ങനെയും ചോദിക്കാം. ഇങ്ങനെ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്ത് നോക്കൂ, ശ്ലോകം പഠിത്വ പ്രശ്നാനാം ഉത്തരാണി ലിഖത. അതേപോലെ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ശ്ലോകം തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് ചോദ്യം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഈ രീതിയിലുള്ള ചോദ്യം ഉറപ്പിച്ചോളൂ, വന്നിരിക്കും. അതെങ്ങനെയാണ്? വിനാഭി ഭേഷജൈർ വ്യാധി എന്നുള്ള സുഭാഷിതമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ചോദിച്ചേക്കുന്നത് ശ്ലോകാത് കിമപി ക്രിയാപദം ചിത്വ ലിഖത. ഇവിടെ ഒരു ക്രിയാപദം ഉണ്ടായിരിക്കും, ഏതാണെന്ന് കണ്ടെത്താനാണ് പറയുന്നത്. ഏതാണ്? നിവർത്തതേ. ക്രിയാപദം എന്താണ്? ആക്ഷൻ വേർഡാണ്, വെർബാണ് കേട്ടോ. അടുത്തത് നോക്കൂ, ശ്ലോകേ രോഗഹ ഇത്യർത്ഥ്യ പ്രയുക്തം പദം കിം. എന്താണ് ഈ രോഗഹ എന്നുള്ള പദത്തിന് യോജിച്ച പദം ഇവിടെ ശ്ലോകത്തിൽ കൊടുത്തിട്ടുണ്ട്, സുഭാഷിതത്തിൽ കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? വ്യാധിഹി. അടുത്ത് നോക്കൂ, അധോ രേഖാങ്കിത പദസ്യ പദച്ഛേദം ലിഖിത. നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഒരു റെഡ് ഇങ്കിൽ നമ്മൾ വരച്ചിട്ടുണ്ട്, പഥ്യാദേവ. ഇതിൻ്റെ പദച്ഛേദം എഴുതാനാണ് പറയുന്നത്, പഥ്യാത് അധികം ഏവ. അടുത്ത ചോദ്യം നോക്കൂ, കൈഹി വിന വ്യാധിഹി നിവർത്തത ഭേഷജഹി, മരുന്നുകൾ കൊണ്ട് അല്ലേ? അതും ഈ ഒരു സുഭാഷിതത്തിൽ നിന്നുള്ള ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലായിരിക്കും ഇത് വരിക. ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, നിങ്ങളിത് പഠിക്കേണ്ടതാണ്. അടുത്തത് നോക്കൂ, സൂചനാനുസാരം കഥാം വിപുലീകൃത്യ ലിഖത. ഒരു കഥയുടെ സൂചനകൾ നൽകിയിട്ടുണ്ട്. അതായത് നമ്മുടെ ദാഹിച്ചു വലിഞ്ഞ കാക്കയുടെ കഥയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇത് പുറത്തുനിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് കഥ എഴുതാനാണ് പറയുന്നത്. ഇത്രയുമാണ് മാതൃകാ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. കുട്ടികളായ നിങ്ങൾ വളരെ ഗൗരവപൂർവ്വം തന്നെ ഓണം എക്സാം കാണേണ്ടതാണ്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ നോക്കി പഠിക്കുക. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും മുമ്പ് പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
എല്ലാ മക്കൾക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. എല്ലാവരുടെയും ഓണപ്പരീക്ഷ വളരെ മനോഹരമായിട്ട് തീരട്ടെ.